നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ കാർ കത്തി ഗർഭിണിയായ യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്ന് നോക്കാം. എന്തായാലും ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു നിഗമനത്തിലെത്തിയത് ഭർത്താവ് രജിൻലാലിന് പങ്കില്ല എന്നാണ്. പേരാമ്പ്രയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ക്യാനിൽ സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളൊക്കെ കേസിനെ സംബന്ധിച്ച് വലിയ നിർണായകമായി മാറിയിരുന്നു. ഇത് ബാഗിലാക്കി കാറിലെത്തിച്ചെന്നാണ് നിഗമനം. ക്യാൻ പാടെ കത്തിപ്പോയി. പക്ഷേ ദൈവം ബാക്കി വെച്ച തെളിവ് എന്ന് പറയത്തക്ക രീതിയിൽ അതിൻ്റെ മൂടി, ഈ ക്യാനിൻ്റെ മൂടി കാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്രയും കത്തിയിട്ടും ഒരു തെളിവ് എന്നോണം ആ മൂടി അവശേഷിക്കുകയായിരുന്നു. ആ മൂടി നശിച്ചില്ലായിരുന്നു. ക്യാനിൻ്റെ മൂടി കിട്ടിയതും ഏറ്റവും നിർണായകമായി കേസിൽ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ക്യാനിലൊരു പെട്രോൾ വാങ്ങി സോന പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് ആ പെട്രോൾ വാങ്ങി കാറിലേക്ക് തന്നെയാണോ കൊണ്ടുപോയതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ മൂടി കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായ അന്വേഷണത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 15-ാം തീയതി രാത്രിയാണ് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ കാറിൽ തീ പിടിച്ചത്. സംഭവത്തിൽ കക്കറമുക്ക് പൂവത്തുംചാലിൽ രജിൻലാലിൻ്റെ ഭാര്യ സോന തീപ്പൊള്ളലേറ്റ് മരിച്ചു. 27 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഗർഭിണിയായിരുന്നു സോന. ഭർത്താവ് രജിൻലാൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബേൺ ഐസിയുവിലാണ് രജിൻലാൽ ആയിരിക്കുന്നത്. രജിൻലാലിൻ്റെ മൊഴി, നിർണായകമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. ഈ തീപിടുത്തത്തിൽ രജിൻലാൽ ഇരുന്ന ഡ്രൈവർ സീറ്റും കത്തി അമർന്നിരുന്നു. രജിൻലാലിൻ്റെ പിൻഭാഗത്താണ് കൂടുതലും പൊള്ളലേറ്റത്. ഇതും പിന്നിൽ നിന്നാണ് തീ പടർന്നതെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ നയിച്ചു. മാത്രമല്ല, രജിൻലാലും പറയുന്നത് പിന്നിൽ നിന്ന് തൻ്റെ ഭാര്യ പിറക് സീറ്റിലാണ് ഇരുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് പെട്രോളിൻ്റെ മണം വന്നു. എന്താണെന്ന് ചോദിച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ കത്തുകയായിരുന്നുവെന്നും രജിൻലാൽ മൊഴി നൽകിയിരിക്കുന്നു. എന്തായാലും പിന്നിൽ നിന്ന് തന്നെയാണ് തീ വന്നിരിക്കുന്നത്. സോന തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഇത് ചെയ്തത് എന്നാണ് നിലവിലെ നിഗമനം. സംഭവം നടന്ന ദിവസം സോന ഉച്ചയോടെ ഭർത്താവിനൊപ്പം വാലിയക്കോട്ട് ഇളയമ്മയുടെ ബന്ധുവീട്ടിലെത്തിയിരുന്നു. ബന്ധുവീട്ടിലെത്തിയത് മാത്രമല്ല, അവിടുത്തെ ബന്ധുവിനോട് താൻ അനുഭവിച്ച ക്രൂരതകളെല്ലാം തുറന്നു പറയുകയും ചെയ്തു. എല്ലാം ഒരു മരണക്കുറിപ്പ് പോലെ, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതുന്നത് പോലെ അവിടുത്തെ ബന്ധുവായ പെൺകുട്ടിയോട് എല്ലാ വിവരങ്ങളും പറഞ്ഞുവെന്നാണ് വിവരം. അതായത് താൻ അനുഭവിച്ച ക്രൂരതകൾ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോനയുടെ ബന്ധുക്കളടക്കം രംഗത്ത് വന്നിരുന്നു. രജിൻലാലിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്, മാത്രമല്ല ആ വീട്ടിൽ ഉപദ്രവങ്ങൾ നേരിട്ടിരുന്നു എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് സോനയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സോനയെ ബന്ധുവീട്ടിലാക്കിയ ശേഷം രജിൻ തിരികെ പോയിരുന്നു. ഇളയമ്മയുടെ മകൾക്കൊപ്പം സോന പേരാമ്പ്ര ടൗണിൽ വരികയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് തനിയെ പെട്രോൾ പമ്പിൽ പോയി രാത്രി 7:25ഓടെ സോന പെട്രോൾ വാങ്ങിയത്. രാത്രി ഭർത്താവിനൊപ്പം കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു തീപിടുത്തം. അതേസമയം ഇപ്പോൾ പ്രചരിക്കുന്ന ആരോപണങ്ങൾ, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ സോന സന്തോഷവതി അല്ലായിരുന്നു, മറിച്ച് മറ്റ് പല പ്രശ്നങ്ങളും സോന നേരിട്ടിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾക്കെതിരെ രജിൻലാലിൻ്റെ പിതാവ് രംഗത്ത് വന്നിരുന്നു. മകനും മരുമകളും തമ്മിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നുവെന്നും ഭർത്തൃപിതാവ് കക്കറമുക്ക് പൂവത്തുംചാലിൽ രാജൻ പറഞ്ഞു. ദുരന്തം നടുക്കത്തോടെയാണ് താൻ കേട്ടത്. തൻ്റെ മകളെപ്പോലെ കണ്ട കുട്ടിയാണ് സോന. സോനയുടെ വീട്ടുകാർ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തെറ്റാണ്. ആ വീട്ടിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടും സോന നേരിട്ടിട്ടില്ല. പെട്രോൾ പമ്പിൽ നിന്ന് സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യം പുറത്തു വന്നതോടെ തൻ്റെ മകൻ ഇക്കാര്യത്തിൽ കുറ്റവാളിയല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. വീട്ടിൽ നിന്നായിരുന്നു ഇത് ചെയ്തതെങ്കിൽ വലിയ അപകടമായി മാറിയനെ. പ്രായമായവർ ഉൾപ്പെടെ താമസിക്കുന്ന വീടാണ്. ദുരന്തത്തിൻ്റെ വേദനയിലും ആ ഒരു ആശ്വാസത്തിൽ മാത്രമാണ് ഞങ്ങളായിരിക്കുന്നത്. സോനയുടെ മരണത്തിൽ വലിയ ദുഃഖത്തിൽ കഴിയുകയാണ്. അതിനിടയിലാണ് പെട്രോൾ വാങ്ങിയത് സോനയാണെന്ന് ഞെട്ടിക്കുന്ന വിവരം കേൾക്കുന്നത്. സംഭവ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ബാഗിലാണ് പെട്രോൾ വാങ്ങിയതെന്ന് ദൃശ്യത്തിലുള്ളത്. ഇതെന്തിനാണ് ഈ വലിയ ബാഗെന്ന് വീട്ടുകാർ തന്നെ ചോദിച്ചിരുന്നു. രാവിലെ തിരുവള്ളൂരിലെ ക്ലിനിക്കിൽ സോനയും രജിൻലാലും സഹോദരിയും ആദ്യം പോയതാണ്. അതിനുശേഷമാണ് പേരാമ്പ്രയിലെ ആശുപത്രിയിലേക്ക് പോയത്. സാധാരണ കാറിൻ്റെ മുൻപിലാണ് ഇരിക്കാറുള്ളത്. മകൻ ഉൾപ്പെടെ വീട്ടുകാരെല്ലാം നന്നായി അവളെ നോക്കാറുണ്ട് എന്നും രജിൻലാലിൻ്റെ പിതാവ് പറയുന്നു. നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമൊക്കെ കഴിഞ്ഞ ഒരു കുടുംബമാണ്. സോനയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം വീട്ടുകാർ വാങ്ങി എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, അലക്കാൻ പോലും
പുറത്തിറക്കാറില്ല. ജ്യൂസ് അടിച്ച് കുടിക്കാൻ മാത്രമേ അടുക്കളയിലേക്ക് പോലും സോന വരാറുള്ളൂ. ഇളയ മകൻ്റെ ഭാര്യയെ വിമാനം കയറ്റാൻ കോഴിക്കോട് അടുത്തിടെ പോയതും സോനയടക്കം കുടുംബസമേതമാണ്. ബീച്ചിലൊക്കെ പോയി സന്തോഷത്തോടെയാണ് മടങ്ങിയെത്തിയത്. ഗർഭിണിയായ ശേഷം EMS ആശുപത്രിയിൽ നിരവധി തവണ കൊണ്ടുപോയിട്ടുണ്ടെന്നും രജിലാലിന്റെ പിതാവ് എണ്ണി ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഗർഭിണിയായ ശേഷം സോനയെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്വന്തം വീട്ടുകാർ വന്ന് നോക്കിയിട്ടില്ലെന്ന ആരോപണം സോനയുടെ വീട്ടുകാർക്കെതിരെ രജിലാലിന്റെ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. നാട്ടുകാരോട് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങൾ വ്യക്തമാകും. കേസ് നൽകിയ ശേഷമാണ് സോന രജിലാലിനെ സ്വന്തമാക്കിയത്. അതിനു മുൻപ് തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നും രാജൻ പറഞ്ഞു. സംഭവത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കാൻ പോലീസ് ഉടനെ തയ്യാറാകണമെന്നും അത് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും എല്ലാ സംഭവങ്ങളും കൃത്യമായ അന്വേഷണത്തിന് ശേഷം സത്യം പോലെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രജിലാലിന്റെ പിതാവ് പറഞ്ഞു. രജിലാൽ ഗുരുതരമായി പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. കഴിഞ്ഞ ദിവസം അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന നിഗമനത്തിലെത്തിയിരിക്കുന്നത് രജിലാൽ ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല എന്നാണ്. കാറിൽ പെട്രോൾ എത്തിച്ചത് യുവതിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ട എന്ന വിലയിരുത്തലിലാണ് പോലീസ്. കാറിലെ പെട്രോൾ സാന്നിധ്യം സ്ഥിരീകരിച്ച പോലീസ് പെട്രോൾ എത്തിച്ചത് സോന തന്നെയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ മൂടി വാഹനത്തിൽ കിട്ടിയതിൽ നിന്നും ഉറപ്പിച്ചിരുന്നു. സോന പെട്രോൾ ബങ്കിൽ തനിച്ചെത്തി വെളുത്ത കന്നാസിൽ പെട്രോൾ വാങ്ങി തിരിച്ചെത്തുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 സോനയുടെ ഭർത്താവ് പൂവത്തുംചാലിൽ രജിലാൽ ഓടിച്ചിരുന്ന കാർ കത്തി സോന വെന്തു മരിച്ചത്. രജിലാലിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന സംശയം സോനയ്ക്കുണ്ടായിരുന്നു. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ പ്രണയ വിവാഹം. വീട്ടുകാരുടെ എതിർപ്പ് കാരണം രജിലാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങിയതിനെ തുടർന്ന് സോന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. കാറിന്റെ ഉൾവശം, പ്രത്യേകിച്ച് സോന ഇരുന്നിരുന്ന പിൻസീറ്റിന്റെ ഭാഗമാണ് കൂടുതൽ കത്തിയിരുന്നത്. ഈ മറ്റു ഭാഗങ്ങൾക്ക് കാര്യമായി കേടില്ല. ഇന്ധന ചോർച്ചയും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൽ സോനയുടെ ശരീരത്തിൽ പെട്രോൾ അംശം കണ്ടെത്തിയിരുന്നു. പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതിനൊപ്പം രജിലാലെ അപായപ്പെടുത്തുകയാണോ സോനയുടെ ലക്ഷ്യമെന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. എന്നാൽ സോനയെ രജിലാൽ അപകടപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 7 വരെ സോന മാതൃ സഹോദരയുടെ വീട്ടിലുണ്ടായിരുന്നു. രജിലാലിന്റെ പീഡനത്തെപ്പറ്റി മാതൃ സഹോദര മകളോട് പറഞ്ഞിരുന്നു. എന്തായാലും നിർണായകമായ കേസാണ്. കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയായിരിക്കുകയാണ്. കുടുംബത്തിന്റെ ആരോപണം, 2 കുടുംബങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ചൊരിയുകയാണ്. അപ്പോൾ എന്താണ് ഒരു വസ്തുത എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.